പ്രിയപ്പെട്ട സഹോദരിമാര്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് പെങ്ങള്. നിങ്ങളുടെ ജീവിതത്തിന്റെ ശൈലികൾ, നിങ്ങളുടെ വസ്ത്രധാരണകൾ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് ഇറങ്ങിയ ഫർദയും ധരിച്ചുകൊണ്ട് നടക്കുന്ന പെങ്ങള്, മോളെ മരിക്കേണ്ടവളാണെന്ന് ഓർക്ക്. ഈ ശരീരമുണ്ടല്ലോ പുഴുത്തു നാറാനുള്ളതാണ്, പുഴുക്കുമല്ലോ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിന്റെ കണ്ണും നിന്റെ മുഖവും നിന്റെ ചുണ്ടും നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും ഇത് മണ്ണിന് തിന്നാനുള്ള നാട്, പുഴുക്കൾക്ക് തിന്നാനുള്ള നാട്. എന്തിനാണ് നീ പടച്ചവനെ മറന്നു നടക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, സ്വഹാബാ, 3 വിഭാഗം പെണ്ണുങ്ങൾ അല്ലാഹു ശപിച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറയുകയാണ്, 3 വിഭാഗം പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാ. അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാണ്. റബ്ബിന്റെ ശാപം കിട്ടിയ ഒരുത്തനെ അറിയാ ഇബ്ലീസ്. അവന്റെ ഗതി എന്താണെന്ന് നമ്മളിൽ പലർക്കും അറിയാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 3 വിഭാഗം പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാ. നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ പറയുന്ന 3 വിഭാഗം പെണ്ണുങ്ങളിൽ നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ, നിന്റെ സഹോദരിമാര്, നിന്റെ പെൺമക്കൾ. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. 1ാമത്തെ വിഭാഗം പെണ്ണുങ്ങൾ ശരീരത്തിൽ പച്ച കുത്തുന്ന പെണ്ണുങ്ങൾ. അത് ആണുങ്ങളുടെ ഒരു ഹോബിയായിരുന്നു, പച്ച കുത്തുക. ആണായാലും പെണ്ണായാലും അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാ. അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. ശരീരത്തിന്റെ ഔറത്തിന്റെ ഭാഗങ്ങളിലൊക്കെ പച്ച കുത്തിയിട്ട് നടക്കാം. പച്ച കുത്തിയിട്ട് നടക്കുക. അവർ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാ. 2 എന്റെ പ്രിയപ്പെട്ട സഹോദര, വീട്ടിൽ പോയിട്ട് പെണ്ണും പിള്ളയുടെ പിരിയെത്തി നോക്ക്. നിന്റെ മകളുടെ പിരിയെത്തി നോക്ക്. നിന്റെ സ്വന്തം കൂടപ്പറപ്പായ സഹോദരിയുടെ പിരിയത്തിൽ നോക്ക്. അല്ലാഹുവേ, സൗന്ദര്യവർദ്ധനവിന് വേണ്ടി തന്റെ പിരിയത്തിലെ മുടി പിഴുതു കളയുന്ന പെണ്ണെ, നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെണ്ണുമ്പിള്ളയുടെ മുഖത്ത് പോയി നോക്ക്. നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുഖത്ത് പോയി നോക്ക്. സഹോദര, എല്ലാം ഇപ്പൊ അൽഹംദുലില്ലാഹ് എല്ലാ മുടി ഗ്ലാമർ കൂടുന്നതിന് വേണ്ടി പിരിയൊക്കെ ഇങ്ങനെ വലിച്ച് ക്ലിയറാക്കി നല്ല മോഡലിലാക്കി വെച്ചിരിക്കുക. അല്ലാഹുവിന്റെ ശാപം കിട്ടിയ ഇവള് നിന്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാടാ നിനക്ക് ബർക്കത്തുണ്ടാവുക? എങ്ങനെ നീ രക്ഷപ്പെടുക? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. 3 എന്റെ പ്രിയപ്പെട്ടവരെ, മുടിയിൽ പെയിന്റ് അടിച്ച് നടക്കാം. ആണായാലും പെണ്ണായാലും അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ ഇങ്ങനെ ചായ ഒക്കെ തേച്ച് ക്ലിയറാക്കി, പ്രായം മറയ്ക്കാൻ അരച്ച മുടി ഇങ്ങനെ മറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ അടിച്ചിട്ട് നടക്കാം. അല്ലേ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ, മുടിയിൽ ചായ സഹാബത്ത് ചെയ്തിട്ടില്ലേ? ഉടനെ ചോദിക്കണം, സഹാബികളൊക്കെ സഹാബത്ത് മുടിയിൽ ചായം തേച്ചിട്ടുണ്ടല്ലോ? തേച്ചിട്ടുണ്ട്, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. എപ്പോഴാ തേച്ച? എന്റെ പ്രിയമുള്ളവരെ, പ്രായം ചെന്ന സ്വഹാബത്ത് യുദ്ധക്കളത്തിലേക്ക് വേണ്ടി, യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ പ്രായം ശത്രുക്കൾ അറിയാതിരിക്കാൻ, ഞങ്ങൾ യുവാക്കളാണെന്ന് അറിയാൻ വേണ്ടിയാ അവര് ചായം തേച്ചത്. നീ എന്തിനാ തേക്കുന്നത്? നീയും പ്രായം അറിയാതിരിക്കാൻ. പക്ഷെ ആരൊക്കെ? നാട്ടുകാരൻ. റോഡിലേക്ക് ഇറങ്ങുമ്പോ ചായവും തേച്ചിട്ട് ഇങ്ങനെ നടക്കാം. മൈലാഞ്ചി എന്തേ തേക്കാത്ത? അതിന്റെ പറ്റത്തില്ല. അത് നല്ലതാണല്ലോ, മൈലാഞ്ചി തേക്കുന്നത് നല്ലതാണല്ലോ. എന്റെ ചെറുപ്പക്കാരോട് പറയാ, മുടിയുടെ ഒക്കെ മുൻഭാഗത്ത് ഇങ്ങനെ മാവ് കുഴച്ച് വെച്ചേക്കുന്ന പോലെ പശ കുഴിച്ചിട്ടിരിക്കാം. എടാ, പള്ളിയിലെങ്ങും നീ പോരുതട്ടാ. നിന്റെയൊക്കെ മയ്യത്ത് പോലും പള്ളി പറമ്പിൽ കുഴിച്ചിടരുത്. അല്ലാഹു കാക്കുമാറാകട്ടെ. കാരണം എന്താ? ഇവന്റെ കുളി ശരിയാവോ? ഈ മുടിയിലൊക്കെ തേച്ചിരിക്കുന്ന, ഞാൻ അടുത്തൊരു ബാർബർ ഷോപ്പിൽ പോയി പഠിച്ചവനെ നോക്കുമ്പോ അല്ലാഹുവേ, എന്തോ തലയിൽ ഇങ്ങനെ തേച്ചിട്ട് മിശിയും വെച്ചിട്ട് ഉണക്കാം. ഈ എന്താ പറയാ, നമ്മളൊക്കെ വണ്ടിക്ക് പെയിന്റ് അടിക്കണോ ഇങ്ങനെ ഉണക്കി വെച്ചിരിക്കുന്ന. എടാ, നിന്റെ മുടി നനയുവോടാ ചെറുപ്പക്കാരാ. എടാ, നീ വലിയ ശുദ്ധിക്കാരനായി, നീ ഉളുവെടുത്ത, നീ കുളിച്ച, നിന്റെ മയ്യത്ത് കുളിപ്പിച്ച ശരിയാവൂ? നിന്നെ ജനാപത്തുകാരനായി പള്ളി കൊണ്ട് കുഴിച്ചിട്ട് രക്ഷപ്പെടുവോടാ? അല്ലാഹു കാക്കുമാറാകട്ടെ. അല്ലാഹു കാക്കുമാറാകട്ടെ. മോളെ, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മൃദുലമായ ശരീരമിൽ
സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല, റേഷൻ വേണ്ട പോലെ അതിലുണ്ട്. ക്യൂ സിസ്റ്റം ഇല്ല, തള്ളലാണ് അതിലുണ്ട്. പുഴുത്തു നാറും ഖബറിൽ കൊണ്ടുവച്ച. അള്ളാഹു കാക്കുമാറാകട്ടെ, അള്ളാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇതൊക്കെ നീ ശ്രദ്ധിക്കുക. നിന്റെ ഭാര്യ, നിന്റെ പെൺമക്കൾ, അത് നിന്റെ ബാധ്യതയാ. അള്ളാഹു നാളെ നിന്റെ കാര്യം മാത്രമല്ല ചോദിക്കുന്നത്, നിന്റെ ഭാര്യയുടെയും നിന്റെ മക്കളുടെ കുറിച്ചും അള്ളാഹു നിന്നോട് ചോദിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ എത്ര വലിയ ഭാഗ്യവതിയാണ്. ഉസ്താദേ, ഏത് പ്രവാചകൻ വന്നാലും പെണ്ണുങ്ങളെ മോശമായിട്ട് പറയുന്നെന്ന് നീ പറയരുത്. കാരണം നീ നന്നായാൽ അല്ലാഹുവേ നിനക്ക് നിന്റെ വിലയറിയാഞ്ഞിട്ടാണ്. പെങ്ങളെ, നിന്റെ കാലിന്റെ ചുവട്ടിലാണ് ഈ സ്വർഗം കിടക്കുന്നത്. ലോകത്ത് ഒരാണിന്റെയും കാലിന്റെ അടിയിൽ സ്വർഗമില്ല. ലോകത്ത് പെണ്ണെ, നിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. ആ സ്വർഗം നിനക്ക് നേടാൻ കഴിയുന്നില്ലെങ്കിൽ വിഡ്ഢിയാണ് പെങ്ങള്, പരാജയപ്പെട്ടു പോയവളാണ് പെങ്ങള്. നീ നന്നായാൽ നീ എവിടെ എത്തുമെന്നറിയുമോ? നന്നായാൽ പേടിയുള്ള ഒരു പെണ്ണായി നീ മാറിക്കഴിഞ്ഞാൽ അല്ലാഹു നിനക്ക് തരുന്ന സ്ഥാനം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നിനക്ക് പാഠം, നിനക്ക് പഠിക്കുന്നതിന് വേണ്ടി ഒരു പെണ്ണിനെ ഞാൻ പറഞ്ഞു തരാ. ഒരു പെണ്ണ് ഉയർന്നാൽ എവിടെ എത്തുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെന്ന് പറഞ്ഞു തരികയാണ്. പ്രവാചകൻ ഇങ്ങനെ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുമ്പോ പ്രവാചകന്റെ മുന്നിലൂടെ ഒരു പെണ്ണ് ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ നബിയെക്കാളും ഒരു പെണ്ണ് ഇങ്ങനെ ഓടി പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി. പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, നബിയെക്കാളും മുന്നിൽ സ്വർഗ്ഗത്തിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, മലക്കുകളെ, ആരാ എന്റെ മുന്നിൽ നടന്നു പോകുന്ന പെണ്ണാരാ? മലക്കുകൾ പറയുന്നു, യാ റസൂലല്ലാഹ്, ഹാദിഹി റുമൈസ. അത് റുമൈസയാണ് നബിയേ, അത് റുമൈസ എന്ന് പറയുന്ന പെണ്ണാണ് നബിയേ. നബിയെക്കാളും മുന്നിൽ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗ്ഗമുണ്ടല്ലോ. ആ സ്വർഗ്ഗത്തിൽ അല്ലാഹുവിന്റെ റസൂലാണ് സ്വർഗ്ഗം തുറന്നത്. പ്രവാചകൻ സ്വർഗ്ഗത്തിലേക്ക് കടന്നു കഴിയുമ്പോ പ്രവാചകന്റെ മുന്നിലൂടെ ഒരു പെണ്ണ് ഇങ്ങനെ ഓടുകയാണ്. റുമൈസ റളിയല്ലാഹു തആല അൻഹ. ആരാ റുമൈസ എന്നറിയുമോ? സിനിമാ നടിമാര്, സീരിയൽ നടിമാര് എല്ലാവരെയും അറിയുന്ന പെങ്ങള്. ആരാണ് റുമൈസ എന്നറിയുമോ? ഉമ്മു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ ഒരു പെണ്ണിന്റെ പെങ്ങള്. സഹോദരിയുടെ ചരിത്രം വായിച്ചു നോക്ക് പെങ്ങള്. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു എന്തിനാണ് പ്രതിഫലം കൊടുത്തതെന്നറിയുമോ? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച്, ദീനിനെ കുറിച്ച് അവിടെ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോ അല്ലാഹുവേ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ഷഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമായി, ഷഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമായി. അല്ലാഹുവേ, അനസ് എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, കയ്യിലെ പിടിച്ചുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ പ്രിയപ്പെട്ട ഭർത്താവ് മാലിക്കുണ്ടല്ലോ വീടിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അവിടെ നിന്ന് പറഞ്ഞു, ഉമ്മു സുലൈം, എന്നെ വേണോ? പുതിയ മതം നിനക്ക് വേണോ? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്ക് രണ്ടും വേണം. എനിക്ക് ഇസ്ലാം മതവും വേണം, ഭർത്താവായി എനിക്ക് വേണം. മാലിക് പറഞ്ഞു, ഇല്ല ഉമ്മു സുലൈം, ഒന്നുകിൽ എന്നെ അല്ലെങ്കിൽ പുതിയ മതത്തിന്. ഏതാണ് നിനക്ക് വേണ്ടത്? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പതറിയില്ല. പറഞ്ഞു, എനിക്ക് ദീനാണ് വലുത്, എനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വലുത്. അവസാനം ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ മറുപടി കേട്ടപ്പോ അല്ലാഹു
അല്ലാഹുവേ മാലിക്കെന്ന് പറയുന്ന ഭർത്താവുണ്ടല്ലോ, തന്റെ ചോരക്കുഞ്ഞിനെയും ഭാര്യയെയും ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോവുകയാണ്. അല്ലാഹുവേ എന്ത് ചെയ്യണമെന്നറിയില്ല. അനസ് എന്ന് പറയുന്ന ചോരക്കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മു സുലൈം എന്ന് കരയുകയാണ്. അല്ലാഹുവേ ഒരുപാട് കഷ്ടപ്പെട്ടാണ് തന്റെ പൊന്നുമകനെ വളർത്തിയത്, ഒരുപാട് കഷ്ടപ്പെട്ടാണ് തന്റെ പൊന്നുമകനെ വളർത്തിയത്. അല്ലാഹുവേ അവസാനം മുത്തുനബിയെ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമ്മു സുലൈമിന്റെ നാട്ടിലേക്ക് കടന്നു വന്നു. എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ പോവുകയാണ്. വലിയ സമ്മാന പൊതികളുമായി എല്ലാവരും മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. സമ്മാനങ്ങൾ കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകനോട് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ എല്ലാവരും പോയി നിൽക്കുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല പടച്ചവരെ വീടിന്റെ കുത്തിരുന്ന് കരയുകയാണ്. എന്ത് ചെയ്യുന്നവരാണ്? മുത്തുനബിയെ കാണണമെന്ന് വല്ലാത്ത മോഹമുണ്ട് പടച്ചവര്, കൊടുക്കാൻ എന്റെ കയ്യിൽ സമ്മാനമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുപോയി കൊടുക്കാൻ തന്റെ കയ്യിലൊന്നുമില്ല. ഉമ്മു സുലൈം റളിയല്ലാഹു തആല വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. അനസ് എന്ന് പറയുന്ന 9 വയസ്സുള്ള പൊന്നുമോന് അവിടെ ചോദിച്ചു, ഉമ്മ എന്തിനാ കരയുന്നത്? മോനെ, മുത്തുനബിക്ക് കാഴ്ച വെക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല പൊന്നുമോനെ. അവസാനം തന്റെ പൊന്നാര മകനെ നല്ലതുപോലെ കുളിപ്പിച്ചു, നല്ല വസ്ത്രം ധരിപ്പിച്ചു. എന്നിട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് മുത്തുനബിയുടെ ചാരത്തേക്ക് നടക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് നടന്നു ചെന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ചെന്ന് സലാം പറഞ്ഞു. കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, തരാൻ ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ പണവോ ഒന്നുമില്ല, എന്റെ കയ്യിൽ അങ്ങക്ക് സമ്മാനം തരാനൊന്നുമില്ല. പക്ഷേ യാ റസൂലല്ലാഹ്, എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അല്ലാഹുവിനെയും അവന്റെ പ്രവാചകനെയുമാണ്. അത് കഴിഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ അനസിനെയാണ് നബിയെ. എന്റെ ഈ പൊന്നുമോനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയെ. അല്ലാഹുവും പ്രവാചകനും കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ അനസ് എന്ന എന്റെ പൊന്നുമോനെയാണ്. ആ പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊടുത്തിട്ട് പറയുന്നു, നബിയെ, എടുത്തോ സമ്മാനമായി, എന്റെ മോനെ എടുത്തോ നബിയെ. അങ്ങക്ക് വെള്ളം എടുത്തു തരാൻ, അങ്ങക്ക് ചെരുപ്പെടുത്തു തരാൻ, അങ്ങക്ക് ഖിദ്മത്ത് ചെയ്യാൻ എന്റെ 9 വയസ്സുള്ള മകനെ എടുത്തോ നബിയെ. എന്നിട്ട് ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ ആ 9 വയസ്സുള്ള മകനെ പിടിച്ചിട്ട് പറഞ്ഞു, അനസേ, നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് കാണുമ്പോ ഈ ഉമ്മാനെ നീ മറന്നു പോകരുത്, ഈ ഉമ്മാനെ നീ മറന്നു പോകരുത്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് കാണുമ്പോ ഈ ഉമ്മാടെ കയ്യിൽ പിടിച്ചിട്ടൊന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകണേ മോനെ. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് പറഞ്ഞെന്ന ചരിത്രം പറയുമ്പോ ആ ഉമ്മു സുലൈം കിടക്കുന്ന സ്വർഗമായി നാട്ടിലെ പെണ്ണുങ്ങൾ ചോദിക്കുന്നത്, നിനക്കെന്ത് യോഗ്യതയാ പെങ്ങളെ, നിനക്കെന്ത് അർഹതയാ പെങ്ങളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചോ, പടച്ച റബ്ബിനെ ഭയന്ന് ജീവിച്ചോ. എപ്പോ എവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ല, ഏത് രീതിയിലാണ് വരുന്നതെന്നറിയില്ല. മരിക്കണമെങ്കിൽ പ്രായം വേണ്ട, രോഗം വേണ്ട. പടച്ചവനെ ക്യാൻസറോ ട്യൂമറോ മാരകമായ രോഗങ്ങൾ ഉണ്ടെങ്കിലേ മരിക്കൂ എന്ന് നീ ഒരിക്കലും കരുതരുത് മോനെ. മരിക്കാൻ ഒരു രോഗവും വേണ്ടടാ. തുഅമ്മീലു ഫിദ്ദുനിയാ തവീലൻ വലാ തദിരി ഇലാ ജന്ന ലൈലുൻ ഹൽ തഈശു ഇലൽ ഫജ്രി വകം മിൻ സ്വഹീഹിൻ മാത മിൻ ഗൈരി ഇല്ലതി വകം മിൻ മരീദിൻ ദഹ്റൻ അലാ ദഹ്രി. രാവിലെ ജോലിക്ക് പോയതിന്റെ വാപ്പ എവിടെ പോയി? ചിരിച്ചുമ്മ തന്നിട്ടല്ലേ ജോലിക്ക് പോയത്. വെള്ള തുണിയിൽ പൊതിഞ്ഞ് നിന്റെ വീടിന്റെ മുന്നിൽ കൊണ്ടുവച്ചത് നീ കണ്ടതല്ലേടാ. നിന്റെ ഉമ്മ എവിടെ? നിന്റെ കൂടെ കടത്തി ഉറക്കിയ നിന്റെ ഉമ്മ എവിടെ എന്ന് പള്ളിപ്പറമ്പിൽ കിടക്കുകയല്ലേ മോനെ. രാവിലെ എഴുന്നേറ്റവന് വൈകുന്നേരം തികയ്ക്കുന്നില്ല.
വൈകുന്നേരം കടന്നവര് രാവിലെ എഴുന്നേൽക്കുന്നില്ല. കവി പറയുകയാണ് എത്രയോ പിഞ്ചു കുഞ്ഞുങ്ങളുടെ മയ്യത്ത് കണ്ടവരാ നിങ്ങൾ. അല്ലാഹുവേ, ഒരു രോഗവുമില്ലാത്ത എത്രയോ ചെറുപ്പക്കാര് പടച്ചവരെ പെട്ടെന്ന് വീണ് മരിച്ചു പോകുന്നത് നീ കണ്ടിട്ടില്ലേ വാപ്പാ? എന്തേ നിനക്ക് ചിന്തിക്കാൻ കഴിയാത്തത്, നന്നാകാൻ നിനക്ക് തോന്നാത്തത്? അതുകൊണ്ട് കവി പറയുകയാ, പെട്ടെന്ന് തയ്യാറെടുത്തോ, പെട്ടെന്ന് മരണത്തിന് വേണ്ടി തയ്യാറെടുത്തോ. എപ്പ എവിടെ വെച്ചാണ് അസ്റായിൽ വരുന്നതെന്നറിയില്ല. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരോട് പറയുകയാണ്, അല്ലാഹുവേ, ഏറ്റവും വലിയ ഉപദേശം പ്രഭാഷണമല്ല, ഏറ്റവും കൂടുതൽ ഉപദേശം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തേക്ക് അബൂദർ റളിയല്ലാഹു തആല അൻഹു കടന്നു ചെന്നു, നബിയേ, എനിക്ക് നന്നാകണം നബിയേ, ഒരു ഉപദേശം താ നബിയേ, ഒരു വഴി പറഞ്ഞു താ നബിയേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ അബൂദർ എന്ന് പറയുന്ന സ്വഹാബി ചെന്ന് ചോദിച്ചപ്പോ മുത്തുനബി പറഞ്ഞത് എന്തെന്നറിയോ? ഖബർ സിയാറത്ത് ചെയ്യ അബൂദറേ, ഇടയ്ക്കിടയ്ക്ക് ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നീ ഒന്ന് പോമോനെ. എന്റെ വാപ്പമാരോട് എനിക്ക് പറയാനുള്ളത്, ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോ ഇവിടത്തെ പള്ളിപ്പറമ്പിൽ നീ ഒന്ന് പോ. നിന്നെക്കാളും എത്രയോ കൊലകൊമ്പന്മാരവിടെ കിടപ്പുണ്ട്. അവന്റെ തലച്ചോറില് വളമെടുത്തിട്ട് അവന്റെ തലച്ചോറിലെ വളമെടുത്തിട്ട് അവന്റെ ഖബറിന്റെ മുകളിൽ മൈലാഞ്ചി ചെടി കിളിച്ചു നിൽക്കുന്നുണ്ട് വാപ്പാ. നിനക്കും അവിടെ ഒരിടമുണ്ട്, എവിടെയാണെന്നറിയുന്നില്ല. മുത്തുനബി പറയുന്നു, ഇടയ്ക്കിടയ്ക്ക് നീ ഒന്ന് ഖബർ സിയാറത്ത് ചെയ്യ്. മുത്തുനബി പറഞ്ഞു, അബൂദറേ, മരിച്ച വീട്ടിൽ പോയാൽ മയ്യത്ത് കുളിപ്പിക്കാൻ കേറണേ അബൂദറേ. അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, അള്ളാന്റെ റസൂല് പറയുകയാണ്, മരിച്ച വീട്ടിൽ പോയാ മയ്യത്ത് കുളിപ്പിക്കുന്ന സ്ഥലത്തൊന്ന് നീ കേറുവാപ്പാ. അന്നത്തോടുകൂടി നിന്റെ എല്ലാ അഹങ്കാരവും മാറും, നിന്റെ എല്ലാ അഹങ്കാരവും അവിടെ വെച്ച് തീരും. മിണ്ടാതെ കടന്നു കൊടുക്കുന്ന ഒരു മനുഷ്യനെ നിനക്ക് കാണാം. അല്ലാഹുവേ, അവന്റെ ശരീരത്തിൽ ഇങ്ങനെ വെള്ളമൊഴിക്കുമ്പോ പടച്ചവനെ എന്ത് വേദനയെന്നറിയോ? അല്ലാഹുവേ, പാറക്കഷ്ടങ്ങൾ വീഴുന്ന വേദനയാണ് ശരീരത്തിൽ വെള്ളം വീഴുമ്പോ. മിണ്ടാതെ കടന്നു കൊടുക്കുന്ന മനുഷ്യനെ നിനക്ക് കാണോ? മിണ്ടാതെ കടന്നു കൊടുക്കുന്ന മനുഷ്യനെ നിനക്ക് കാണാം. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, എന്റെ പ്രിയപ്പെട്ടവരെ, മരണത്തിനേക്കാളും വലിയ ഒരു ഉപദേശമില്ല. നിന്റെ വീട്ടിൽ നിന്റെ വാപ്പ പോയി, നിന്റെ ഉമ്മ പോയി, നിന്നെക്കാളും മുമ്പേ കൂടപ്പറപ്പ് പോയി, നിന്റെ മക്കള് പോയി, നിന്റെ അയൽവാസികൾ പോയി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചോ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചോ, ഒരുങ്ങിക്കോ. ഇദാ ജാ നസ്റുല്ലാഹി വൽ ഫത്ഹ് വറഅയ്തൻ നാസ യദ്ഖുലൂന ഫീ ദീനില്ലാഹി അഫ്വാജാ ഫസ്വബ്ബിഹു ബിഹംദി റബ്ബിക. അല്ലാഹുവിന്റെ ഖുർആനാ പറയുന്നത്, ഫസ്വബ്ബിഹു ബിഹംദി റബ്ബിക വസ്തഗ്ഫിറുഹു ഇന്നഹു കാന തവ്വാബാ. മോനെ, തയ്യാറെടുത്തോ മോനെ, അല്ലാഹുവിന്റെ മുന്നിലേക്കുള്ള മടക്ക യാത്രയ്ക്ക് നീ തയ്യാറെടുത്തോ. അല്ലാഹുവേ, ഞങ്ങളുടെ അവസാനം നീ നന്നാക്കി തരണേ അല്ലാ, ഞങ്ങളുടെ അവസാനം നീ നന്നാക്കി തരണേ അല്ലാ. അതുകൊണ്ട് അവിടുന്ന് മുത്തുനബി പറഞ്ഞു തരികയാണ്, ദുരന്തമുണ്ടാകാറുള്ള മൂന്നാമത്തെ കാരണം ഇന്നത്തെ സഹോദരിമാരുടെ സ്വഭാവമാണ്, അവരുടെ ജീവിത ശൈലികളാണ് ഈ ദുരന്തങ്ങൾക്ക് കാരണമെന്ന് പഠിപ്പിക്കുമ്പോ അല്ലാഹുവിനെ ഭയന്നുകൊണ്ട് ജീവിക്കു സഹോദരിമാരെ. അല്ലാഹു നമ്മുടെ പെങ്ങന്മാർക്ക് ഈമാൻ നൽകുമാറാകട്ടെ.
പൊന്നുമോള് സ്കൂള് വിട്ട് വീട്ടിൽ വരുമ്പോ ആദ്യം ചോറുണ്ണാനല്ല പറയേണ്ടത്, പോയി ഒതുവെടുത്തിട്ട് വന്ന് ളുഹർ നിസ്കരിക്കാൻ പറയണം. അങ്ങനെ നിസ്കരിപ്പിച്ച മരിക്കണ കാലം വരെ തെണ്ടാതെ ജീവിക്കാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ, അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അപ്പൊ ദുരന്തമുണ്ടാകാനുള്ള മൂന്നാമത്തെ കാരണം ഒന്നുകൂടെ പറഞ്ഞു ദുആ ചെയ്യാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഇരിക്കുമല്ലോ. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വനിസാഉഹും മസ്തൂറാത്ത്. അള്ളാഹുവിന്റെ പ്രവാചകൻ പറയുന്ന മൂന്നാമത്തെ കാരണം എന്തെന്നറിയുമോ? ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിത ശൈലിയാ. ഇന്നത്തെ നമ്മുടെ മുസ്ലിം പെൺകുട്ടികളുടെ ജീവിതമുണ്ടല്ലോ, നമ്മുടെ ഉമ്മമാരുടെയും നമ്മുടെ താത്താമാരുടെയും ജീവിതമുണ്ടല്ലോ. 6-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കാട്ടറബികളുടെ പെൺമക്കളെ പോലും, ആ ഡാർക്ക് ഏജ് എന്ന് വിശേഷിപ്പിക്കുന്ന ഇരുണ്ട യുഗത്തിലെ പെണ്ണുങ്ങളെ പോലും പരാജയപ്പെടുത്തുന്ന രീതിയിലുള്ള ജീവിത ശൈലിയാ. അല്ലാഹുവേ, നമ്മുടെ പെൺമക്കള്, നമ്മുടെ മുസ്ലിം പെണ്ണുങ്ങള്, അല്ലാഹുവേ പടച്ചവനെ നെഞ്ചുപൊട്ടി പോകുകയാണ്. ഇന്നത്തെ പെണ്ണുങ്ങളുടെ ജീവിതമുണ്ടല്ലോ, അല്ലാഹുവേ പടച്ചവനെ മരിക്കേണ്ടവരാണ്, ഖബറിൽ പോകേണ്ടവരാണ്, പരലോകത്ത് അല്ലാഹുവിന്റെ മുന്നിൽ നിൽക്കേണ്ടവരാണ്. ഇന്നത്തെ ചിന്ത ഇന്നത്തെ പെണ്ണുങ്ങൾക്കില്ലല്ലോ. എന്തെല്ലാം പേക്കൂത്തുകളാണ്, എന്തെല്ലാം വൃത്തികേടുകളാണ്. പടച്ചവനെ ഈ സമുദായത്തിന് തന്നെ നാണക്കേട് വരുത്തുന്ന രീതിയിലാണ് എന്റെ പ്രിയപ്പെട്ട പെണ്ണന്മാരിന്ന് ആഘോഷിക്കുന്നത്. അവരെല്ലാം ഇന്ന് ആഘോഷത്തിന്റെ നടുവിലാണ്. എന്റെ പ്രിയമുള്ള സഹോദര, അധികം പെണ്ണുങ്ങളും ഇന്ന് ടിക്ടോക്കിന്റെ പുറകിലാ. അധികം പെങ്ങന്മാര് പടച്ചവനെ ഇന്ന് ടിക്ടോക്കിന്റെ പുറകിലാണ്. പടച്ചവനെ പച്ചത്തെറി വരെ വിളിക്കുന്നവരുണ്ട്. ഒരു നാണവുമില്ല, ഒരു മാനവുമില്ല. എന്റെ പ്രിയപ്പെട്ട പെങ്ങന്മാരോട് ഒരു അപേക്ഷയേ ഉള്ളൂ, എന്ത് വൃത്തികേട് വേണമെങ്കിലും കാണിച്ചോ. നിനക്ക് നിന്റെ രാജ്യം അതിനുള്ള സ്വാതന്ത്ര്യം തരുന്നുണ്ട്. അതിനെതിരെ വഴലു പറഞ്ഞാൽ നിന്റെ കൂടെ നിൽക്കാനും 100 കണക്കിന് പേരുണ്ട്. പക്ഷേ പെങ്ങളെ, ഒരു ഉപകാരം മാത്രം നീ ചെയ്യണം. നീ എന്ത് പേകൂത്ത് കാണിക്കുമ്പോഴും നീ ഇട്ടിരിക്കുന്ന ഫർദയൊന്നും ഉരിയിടണേ മോളെ. അത്രയെങ്കിലും നീ കരുണ കാണിക്ക്. കാരണം നീ ഇട്ടിരിക്കുന്ന ഫർദ അത് വെറും ഒരു കറുത്ത തുണിയല്ല. അതിനു പറയാൻ ഒരുപാട് ചരിത്രമുണ്ട്. നിന്റെ കണ്ണിന്റെ മുന്നിൽ കേവലം ഒരു കറുത്ത ഫർദ, ഒരു കറുത്ത തുണിയായിരിക്കും. പക്ഷേ പെങ്ങളെ, മഹ്ദി ഖദീജ ബീവി റളിയല്ലാഹു തആല അൻഹ, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ, ഇവരൊക്കെ ധരിച്ച വസ്ത്രമാണ് പൊന്നുമോളെ. നമ്മുടെ പെങ്ങന്മാരുണ്ടല്ലോ, നമ്മുടെ സഹോദരിമാരുണ്ടല്ലോ, അല്ലാഹുവേ പടച്ചവനെ, 20ഉം 18ഉം 15ഉം വയസ്സുള്ള പെൺമക്കള് ഇന്ന് ടിക്ടോക്കിന്റെ അകത്ത് കിടന്ന് പോക്കുപതാ മോശമായ കാര്യങ്ങൾ ചെയ്യുമ്പോ കൂട്ടു നിൽക്കുന്നത് ഉമ്മയാണ്. പ്രായമുള്ള 3ഉം 4ഉം പെറ്റ മക്കളെ കെട്ടിച്ചു വിട്ട കിളവികൾ പോലും, അല്ലാഹുവേ പടച്ചവനെ, 30ഉം 35ഉം വയസ്സുള്ള ഉമ്മ, ഇനി എന്ന് നന്നാകാനാ ഉമ്മ? നിനക്കെന്നാണ് ഇനി പക്വത എത്തുന്നത്? 15 വയസ്സുകാരി ചെയ്താ പറയാം അവൾക്ക് അറിവില്ല, അവൾ ചെറിയ പെണ്ണാണ്, അവൾക്ക് പക്വത എത്തിയില്ലെന്ന്. പക്ഷേ 15 വയസ്സ് പ്രായമുള്ള മകളുള്ള നീ ഇങ്ങനെ ചെയ്യുമ്പോ അല്ലാഹുവേ സഹിക്കുന്നില്ലല്ലോ പടച്ചവനെ. എന്ത് ഭയാനകമായ ഒരവസ്ഥയാണ്. എന്തെല്ലാം മോശത്തരങ്ങളാണ് കാണിക്കുന്നത്. നമ്മുടെ പെങ്ങന്മാരുടെ ഇന്നത്തെ ജീവിതത്തിന്റെ ശൈലികളുണ്ടല്ലോ. സങ്കടം തോന്നുന്നു പടച്ചവനെ. എവിടെ നോക്കിയാലും പടച്ചവനെ, ട്രെയിനിൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, ബസ്സുകളിൽ യാത്ര ചെയ്യാൻ കഴിയുന്നില്ല, ബസ് സ്റ്റോപ്പുകളിൽ നിൽക്കാൻ കഴിയുന്നില്ല. അല്ലാഹുവേ, ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോ നമ്മുടെ മുസ്ലിം പെൺകുട്ടികളുണ്ടല്ലോ, തന്റെ കണ്ണിന്റെ മുന്നിൽ വാപ്പയുടെ പ്രായമുള്ളവരുണ്ട്, ഉമ്മയുടെ പ്രായമുള്ളവരുണ്ട്, പടച്ചവനെ അതാ സഹോദരങ്ങളുടെ പ്രായമുള്ളവരുണ്ട്, കൊച്ചുകുട്ടികളുണ്ട്, ഉസ്താദന്മാരുണ്ട്. ആരിരുന്നാലും നമ്മുടെ സമുദായത്തിലെ പെൺമക്കൾക്ക് ഒരു പേടിയുമില്ല. അല്ലാഹുവേ പടച്ചവനെ, കാമുകന്റെ തോടിൽ ചാരിയിരുന്ന് സെൽഫി എടുക്കുന്ന കാലവാ. അല്ലാഹുവേ, ഉസ്താദന്മാരുണ്ടെങ്കിൽ ഒരു ചുവട് കൂടെ അല്ലാഹുവേ അധികമായിട്ട് കാണിക്കുന്ന പെണ്ണ്
പെണ്ണുങ്ങളുടെ കാലം. പടച്ചവനെ അല്ലാ, കടപ്പുറത്ത് പോയാൽ, ബീച്ചുകളിൽ പോയാൽ, ഏതെങ്കിലും പാർക്കുകളിൽ പോയാൽ ഒരു മരത്തിന്റെ ചുവട് കിട്ടിയാ പൊട്ടുന്ന കാഴ്ചകളാണ് കാണുന്നത്. പ്രിയമുള്ള സഹോദരിമാരെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിക്കൂ പെണ്ണേ. മരിക്കണ്ടവളാണെന്നുള്ള ഓർമ്മ നിനക്കില്ലാതെ പോയല്ലോ. മരിക്കേണ്ടവരാണെന്നുള്ള ഓർമ്മ ഇന്നത്തെ പെൺമക്കൾക്കില്ലാതെ പോയി. അല്ലാഹുവിനെ കുറിച്ചുള്ള ചിന്തയില്ല, മരണത്തെ കുറിച്ചുള്ള ചിന്തയില്ല, ഖബറിനെ കുറിച്ചുള്ള ചിന്തയല്ല. ഒരുപാട് പേരുടെ മയ്യത്ത് കണ്ടവളല്ലേ നിനക്ക് നന്നാകാൻ തോന്നാത്തത്? ഒരു മടിയുമില്ല, ശരീരത്തിന്റെ ഭാഗങ്ങളെ തുറന്നിട്ടുകൊണ്ട് ഇന്നത്തെ പെങ്ങന്മാര് പല വൃത്തികേടുകളും കാണിക്കുമ്പോ പോലെ നീ എപ്പോഴും സമയം കിട്ടുമ്പോ ദുആ ചെയ്യും, അല്ലാഹ് നീ എനിക്ക് സ്വർഗം തരണേ അല്ലാ, സ്വർഗം തരണേ അല്ലാ. ആര് കിടക്കുന്ന സ്വർഗം, ആര് പോകുന്ന സ്വർഗം? മഹദിയായ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് കിടക്കുന്ന സ്വർഗം. ആ ഫാത്തിമ ആരെന്നറിയുമോ? ആ ഫാത്തിമ ആരെന്നറിയുമോ? മരിക്കുന്നതിന്റെ തലേ ദിവസം തന്റെ പ്രിയപ്പെട്ട ഭർത്താവായ അലിയാർ തങ്ങളോട് പറയുകയാണ്, അലിയേ ഞാൻ പോകുകയാണ്, അലിയേ ഞാൻ പോകുകയാണ്, അലിയേ ഞാൻ മരിച്ചു കഴിഞ്ഞാൽ എന്നെ പകല് കൊണ്ടുപോയി കബറടക്കരുത്, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള് പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, മരിച്ചാൽ എന്നെ പകല് കബറടക്കരുത്, എന്നെ രാത്രിയിലെ കബറടക്കാവൂ. ഫാത്തിമ, എന്റെ ഫാത്തിമ അവിടെന്ന് പറയുന്നു, അലിയേ എന്റെ മയ്യത്ത് പൊതിയുന്നത് ആണുങ്ങളാണ്, എന്റെ മയ്യത്ത് ചുമക്കുന്നത് ആണുങ്ങളാണ്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് ആണുങ്ങളാണ്. അലിയേ എന്റെ ശരീരം നിങ്ങളല്ലാതെ മറ്റവരെ ഒരാളും ഇന്നുവരെ കണ്ടിട്ടില്ല. അലിയേ എന്റെ മയ്യത്ത് പൊതിയുമ്പോ, എന്റെ മയ്യത്ത് ചുമക്കുമ്പോ, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കുമ്പോ 3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിരുന്ന എന്റെ ശരീരത്തിന്റെ പടവുകൾ, എന്റെ ശരീരത്തിന്റെ ഔറത്തുകള്, എന്റെ ശരീരത്തിന്റെ വടിവുകള് പുരുഷന്മാര് കാണുമല്ലോ. അലിയേ അതുകൊണ്ട് എന്നെ രാത്രിയിലെ കബറടക്കാവൂ. അല്ലാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോള് പറഞ്ഞു കൊടുത്തെന്ന ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാര്, നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക് പെങ്ങള്. നിങ്ങളുടെ ജീവിതത്തിന്റെ ശൈലികൾ, നിങ്ങളുടെ വസ്ത്രധാരണകൾ ഔറത്ത് തുറന്നിട്ടുകൊണ്ട് ഇറങ്ങിയ ഫർദയും ധരിച്ചുകൊണ്ട് നടക്കുന്ന പെങ്ങള്, മോളെ മരിക്കേണ്ടവളാണെന്ന് ഓർക്കൂ. ഈ ശരീരമുണ്ടല്ലോ പുഴുത്തു നാറാനുള്ളതാണ്, പുഴുക്കുമല്ലോ. കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ നിന്റെ കണ്ണും നിന്റെ മുഖവും നിന്റെ ചുണ്ടും നിന്റെ ശരീരത്തിന്റെ ഭാഗങ്ങൾ മുഴുവനും ഇത് മണ്ണിന് തിന്നാനുള്ള നാട്, പുഴുക്കൾക്ക് തിന്നാനുള്ള നാട്. എന്തിനാണ് നീ പടച്ചവനെ മറന്നു നടക്കുന്നത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, സ്വഹാബാ 3 വിഭാഗം പെണ്ണുങ്ങൾ അല്ലാഹു ശപിച്ചിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നബി പറയുകയാണ്, 3 വിഭാഗം പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാ. അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാണ്. റബ്ബിന്റെ ശാപം കിട്ടിയ ഒരുത്തനെ അറിയാ, ഇബ്ലീസ്. അവന്റെ ഗതി എന്താണെന്ന് നമ്മളിൽ പലർക്കും അറിയാം. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. 3 വിഭാഗം പെണ്ണുങ്ങൾ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാ. നിങ്ങളുടെ വീട്ടിലുണ്ടോ എന്ന് നിങ്ങൾ ചിന്തിക്കുക. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ഈ പറയുന്ന 3 വിഭാഗം പെണ്ണുങ്ങളിൽ നിന്റെ ഉമ്മ, നിന്റെ ഭാര്യ, നിന്റെ സഹോദരിമാര്, നിന്റെ പെൺമക്കൾ അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. 1ാമത്തെ വിഭാഗം പെണ്ണുങ്ങൾ ശരീരത്തിൽ പച്ച കുത്തുന്ന പെണ്ണുങ്ങൾ. അത് ആണുങ്ങളുടെ ഒരു ഹോബിയായിരുന്നു, പച്ച കുത്തുക. ആണായാലും പെണ്ണായാലും അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാ. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. ശരീരത്തിന്റെ ഔറത്തിന്റെ ഭാഗങ്ങളിലൊക്കെ പച്ച കുത്തിയിട്ട് നടക്കാം, പച്ച കുത്തിയിട്ട് നടക്കാം. അവർ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവരാ. 2 എന്റെ പ്രിയപ്പെട്ട സഹോദര, വീട്ടിൽ പോയിട്ട് പെണ്ണും പിള്ളയുടെ പിരിയെത്തി നോക്ക്, നിന്റെ മകളുടെ പിരിയെത്തി നോക്ക്.
നിന്റെ സ്വന്തം കൂടപ്പറപ്പായ സഹോദരിയുടെ പിരിയത്തിൽ നോക്ക്. അല്ലാഹുവേ, സൗന്ദര്യവർദ്ധനവിന് വേണ്ടി തന്റെ പിരിയത്തിലെ മുടി പിഴുതു കളയുന്ന പെണ്ണെ, നീ അല്ലാഹുവിന്റെ ശാപം കിട്ടിയവളാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. പെണ്ണുമ്പിള്ളയുടെ മുഖത്ത് പോയി നോക്ക്, നിന്റെ ഭാര്യയുടെയും മക്കളുടെയും മുഖത്ത് പോയി നോക്ക്. സഹോദര, എല്ലാം ഇപ്പൊ അൽഹംദുലില്ലാഹ് എല്ലാ മുടി ഗ്ലാമർ കൂടുന്നതിന് വേണ്ടി പിരിയൊക്കെ ഇങ്ങനെ വലിച്ച് ക്ലിയറാക്കി നല്ല മോഡലിലാക്കി വെച്ചിരിക്കുക. അള്ളാന്റെ ശാപം കിട്ടി ഇവള് നിന്റെ വീട്ടിൽ ഉണ്ടെങ്കിൽ എങ്ങനെയാടാ നിനക്ക് ബർക്കത്തുണ്ടാവുക? എങ്ങനെ നീ രക്ഷപ്പെടുക? അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. മൂന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, മുടിയിൽ പെയിന്റടിച്ച് നടക്കാം. ആണായാലും പെണ്ണായാലും അൽഹംദുലില്ലാഹ് നല്ല രീതിയിൽ ഇങ്ങനെ ചായ ഒക്കെ തേച്ച് ക്ലിയർ ആക്കി, പ്രായം മറയ്ക്കാൻ അരച്ച മുടി ഇങ്ങനെ മറയ്ക്കാൻ വേണ്ടി ഇങ്ങനെ അടിച്ചിട്ട് നടക്കാം അല്ലേ? അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇത് പറയുമ്പോൾ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ മുടിയിൽ ചായ സഹാബത്ത് ചെയ്തിട്ടില്ലേ? ഉടനെ ചോദിക്കും, സഹാബത്ത് മുടിയിൽ ചായം തേച്ചിട്ടുണ്ടല്ലോ? തേച്ചിട്ടുണ്ട്, ഞാൻ ഇല്ലാന്ന് പറയുന്നില്ല. എപ്പോഴാ തേച്ചത്? എന്റെ പ്രിയമുള്ളവരെ, പ്രായം ചെന്ന സ്വഹാബത്ത് യുദ്ധക്കളത്തിലേക്ക് വേണ്ടി യുദ്ധത്തിന് വേണ്ടി പോകുമ്പോ പ്രായം ശത്രുക്കൾ അറിയാതിരിക്കാൻ, ഞങ്ങൾ യുവാക്കളാണെന്ന് അറിയാൻ വേണ്ടിയാ അവര് ചായം തേച്ചത്. നീ എന്തിനാ തേക്കുന്നത്? നീയും പ്രായം അറിയാതിരിക്കാൻ. പക്ഷെ ആരൊക്കെ? നാട്ടുകാരൻ. റോഡിലേക്ക് ഇറങ്ങുമ്പോ ചായവും തേച്ചിട്ട് ഇങ്ങനെ നടക്കാം. മൈലാഞ്ചി എന്തേ തേക്കാത്ത? അതിന്റെ പറ്റത്തില്ല. അത് നല്ലതാണല്ലോ, മൈലാഞ്ചി തേക്കുന്നത് നല്ലതാണല്ലോ. എന്റെ ചെറുപ്പക്കാരോട് പറയാ, മുടിയുടെ ഒക്കെ മുൻഭാഗത്ത് ഇങ്ങനെ മാവ് കുഴച്ച് വെച്ചേക്കുന്ന പോലെ പശ കുഴിച്ചിട്ടിരിക്കാം. എടാ, പള്ളിയിലെങ്ങും നീ പോരുതട്ടാ. നിന്റെയൊക്കെ മയ്യത്ത് പോലും പള്ളി പറമ്പിൽ കുഴിച്ചിടരുത്. അല്ലാഹു കാക്കുമാറാകട്ടെ. കാരണം എന്താ? ഇവന്റെ കുളി ശരിയാവോ? ഈ മുടിയിലൊക്കെ തേച്ചിരിക്കുന്ന, ഞാൻ അടുത്തൊരു ബാർബർ ഷോപ്പിൽ പോയി പഠിച്ചവനെ നോക്കുമ്പോ അല്ലാഹു എന്തോ തലയിൽ ഇങ്ങനെ തേച്ചിട്ട് മിശിയും വെച്ചിട്ട് ഉണക്കാം. ഈ എന്താ പറയാ, നമ്മളൊക്കെ വണ്ടിക്ക് പെയിന്റ് അടിക്കണോ ഇങ്ങനെ ഉണക്കി വെച്ചിരിക്കുന്ന. എടാ, നിന്റെ മുടി നനയുകൂടാ ചെറുപ്പക്കാരാ. എടാ, നീ വലിയ ശുദ്ധിക്കാരനായി നീ ഉളുവെടുത്ത, നീ കുളിച്ച, നിന്റെ മയ്യത്ത് കുളിപ്പിച്ച ശരിയാവൂ? നിന്നെ ജനാപത്തുകാരനായി പള്ളി കൊണ്ട് കുഴിച്ചിട്ട് രക്ഷപ്പെടുവോടാ? അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. മോളെ, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. പൊൻവർണ്ണ കോമള മുതുലമായ ശരീരമിൽ സമരത്തിലാണ് പരസ്പരം തിന്നുന്നതിൽ. കാർഡില്ല റേഷൻ വേണ്ട പോലെ അതിലുണ്ട്. ക്യൂ സിസ്റ്റമില്ല, തള്ളലാണതിലുണ്ട്. പുഴുത്തു നാറും റബറി കൊണ്ടുവച്ച. അല്ലാഹു കാക്കുമാറാകട്ടെ, അല്ലാഹു കാക്കുമാറാകട്ടെ. അതുകൊണ്ട് ഇതൊക്കെ നീ ശ്രദ്ധിക്കുക. നിന്റെ ഭാര്യ, നിന്റെ പെൺമക്കൾ, അത് നിന്റെ ബാധ്യതയാ. അല്ലാഹു നാളെ നിന്റെ കാര്യം മാത്രമല്ല ചോദിക്കുന്നത്, നിന്റെ ഭാര്യയുടെയും നിന്റെ മക്കളുടെ കുറിച്ചും അല്ലാഹു നിന്നോട് ചോദിക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുമ്പോൾ, എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, നീ എത്ര വലിയ ഭാഗ്യവതിയാണ്. ഉസ്താദേ, ഏത് പ്രവാചകൻ വന്നാലും പെണ്ണുങ്ങളെ മോശമായിട്ട് പറയുന്നെന്ന് നീ പറയരുത്. കാരണം നീ നന്നായാൽ അല്ലാഹുവേ നിനക്ക് നിന്റെ വിലയറിയാഞ്ഞിട്ടാണ്. പെങ്ങളെ, നിന്റെ കാലിന്റെ ചുവട്ടിലാണ് ഈ സ്വർഗം കിടക്കുന്നത്. ലോകത്ത് ഒരാണിന്റെയും കാലിന്റെ അടിയിൽ സ്വർഗമില്ല. ലോകത്ത് പെണ്ണെ, നിന്റെ കാലിന്റെ ചുവട്ടിലാണ് സ്വർഗം കിടക്കുന്നത്. ആ സ്വർഗം നിനക്ക് നേടാൻ കഴിയുന്നില്ലെങ്കിൽ വിഡ്ഢിയാണ് പെങ്ങള്, പരാജയപ്പെട്ടു പോയവളാണ് പെങ്ങള്. നീ നന്നായാൽ നീ എവിടെ എത്തുമെന്നറിയുമോ? നന്നായാൽ പേടിയുള്ള ഒരു പെണ്ണായി നീ മാറിക്കഴിഞ്ഞാൽ നിനക്ക് തരുന്ന സ്ഥാനം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ നിനക്ക് പാഠം, നിനക്ക് പഠിക്കുന്നതിന് വേണ്ടി ഒരു പെണ്ണിനെ ഞാൻ പറഞ്ഞു തരാ. ഒരു പെണ്ണ് ഉയർന്നാൽ എവിടെ എത്തുമെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എവിടെന്ന് പറഞ്ഞു തരികയാണ്. പ്രവാചകൻ ഇങ്ങനെ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ, അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വർഗത്തിലൂടെ നടന്നു പോകുമ്പോ പ്രവാചകന്റെ മുന്നിലൂടെ ഒരു പെണ്ണ് ഇങ്ങനെ നടന്നു പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിലൂടെ
മുത്തുനബിയെക്കാളും മുന്നിലൊരു പെണ്ണിങ്ങനെ ഓടിപ്പോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന് അത്ഭുതമായി. പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുകയാണ്, മുത്തുനബിയെക്കാളും മുന്നിൽ സ്വർഗത്തിലൂടെ നടന്നു പോകുന്ന ഒരു പെണ്ണിനെ കണ്ടപ്പോ അല്ലാഹുവിന്റെ പ്രവാചകൻ ചോദിക്കുന്നു, മലക്കുകളെ ആരാ എന്റെ മുന്നിൽ നടന്നു പോകുന്ന പെണ്ണാരാ? മലക്കുകൾ പറയുന്നു, യാ റസൂലല്ലാഹ് ഹാദിഹി റുമൈസ, അത് റുമൈസയാണ് നബിയേ, അത് റുമൈസ എന്ന് പറയുന്ന പെണ്ണാണ് നബിയേ. നബിയെക്കാളും മുന്നിൽ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗമുണ്ടല്ലോ, ആ സ്വർഗത്തിൽ അല്ലാഹുവിന്റെ റസൂലാണ് സ്വർഗം തുറന്നത്. പ്രവാചകൻ സ്വർഗത്തിലേക്ക് കടന്നു കഴിയുമ്പോ പ്രവാചകന്റെ മുന്നിലൂടെ ഒരു പെണ്ണിങ്ങനെ ഓടുകയാണ്. റുമൈസ റളിയല്ലാഹു തആല അൻഹ. റുമൈസ എന്നറിയുമോ? സിനിമാ നടിമാര്, സീരിയൽ നടിമാര് എല്ലാവരെയും അറിയുന്ന പെങ്ങള് ആരാണ് റുമൈസ എന്നറിയുമോ? ഉമ്മു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു തആല അൻഹു. അനസ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഉമ്മയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. അങ്ങനെ ഒരു പെണ്ണിന്റെ പെങ്ങള്, സഹോദരിയുടെ ചരിത്രം വായിച്ചു നോക്ക് പെങ്ങള്. മഹദിയായ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ. അല്ലാഹു എന്തിനാണ് പ്രതിഫലം കൊടുത്തതെന്നറിയുമോ? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ പ്രവാചകനെ കുറിച്ച്, ദീനിനെ കുറിച്ച് അവിടെ നിന്ന് കേട്ട് കഴിഞ്ഞപ്പോ അല്ലാഹുവേ ഇസ്ലാമിലേക്ക് കടന്നു വരികയാ. ഷഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമായി, ഷഹാദത്ത് കലിമ പറഞ്ഞ മുസ്ലിമായി. അല്ലാഹുവേ അനസ് എന്ന് പറയുന്ന ചെറിയ മകനുണ്ടല്ലോ, കയ്യിലെ പിടിച്ചുകൊണ്ട് ഇസ്ലാം മതം സ്വീകരിച്ചിട്ട് തന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ പ്രിയപ്പെട്ട ഭർത്താവ് മാലിക്കുണ്ടല്ലോ വീടിന്റെ മുന്നിൽ നിൽക്കുകയാണ്. അവിടെ പറഞ്ഞു, ഉമ്മു സുലൈം എന്നെ വേണോ, പുതിയ മതം നിനക്ക് വേണോ? ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പറഞ്ഞു, എനിക്ക് രണ്ടും വേണം, എനിക്ക് ഇസ്ലാം മതവും വേണം, ഭർത്താവായി എനിക്ക് വേണം. മാലിക് പറഞ്ഞു, ഇല്ല ഉമ്മു സുലൈം, ഒന്നുകിൽ എന്നെ അല്ലെങ്കിൽ പുതിയ മതത്തിന്, ഏതാണ് നിനക്ക് വേണ്ടത്? അല്ലാഹുവേ, ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പതറിയില്ല. പറഞ്ഞു, എനിക്ക് ദീനാണ് വലുത്, എനിക്ക് അല്ലാഹുവിന്റെ ദീനാണ് വലുത്. അവസാനം ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹയുടെ മറുപടി കേട്ടപ്പോ അല്ലാഹുവേ, മാലിക് എന്ന് പറയുന്ന ഭർത്താവുണ്ടല്ലോ ചോരക്കുഞ്ഞിലെയും ഭാര്യയെയും ഉപേക്ഷിച്ചിട്ട് ഇറങ്ങി പോവുകയാണ്. അല്ലാഹുവേ, എന്ത് ചെയ്യണമെന്നറിയില്ല. അനസ് എന്ന് പറയുന്ന ചോരക്കുഞ്ഞിനെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മു സുലൈം എന്ന് കരയുകയാണ്. അല്ലാഹുവേ, ഒരുപാട് കഷ്ടപ്പെട്ടാണ് തന്റെ പൊന്നുമകനെ വളർത്തിയത്, ഒരുപാട് കഷ്ടപ്പെട്ടാണ് തന്റെ പൊന്നുമകനെ വളർത്തിയത്. അല്ലാഹുവേ, അവസാനം മുത്തുനബിയെ കണ്ടിട്ടില്ല. അല്ലാഹുവിന്റെ പ്രവാചകൻ ഉമ്മു സുലൈമിന്റെ നാട്ടിലേക്ക് കടന്നു വന്നു. എല്ലാവരും അല്ലാഹുവിന്റെ പ്രവാചകനെ കാണാൻ പോവുകയാണ്. വലിയ സമ്മാന പൊതികളുമായി എല്ലാവരും മുത്തുനബിയുടെ ചാരത്തേക്ക് കടന്നു ചെന്നു. സമ്മാനങ്ങൾ കൊടുത്തു. അല്ലാഹുവിന്റെ പ്രവാചകനോട് സലാം പറഞ്ഞു. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ എല്ലാവരും പോയി നിൽക്കുമ്പോ ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ പടച്ചവരെ വീടിന്റെ കുത്തിരുന്ന് കരയുകയാണ്. എന്ത് ചെയ്യും നമ്പുരാന്? മുത്തുനബിയെ കാണണമെന്ന് വല്ലാത്ത മോഹമുണ്ട് പടച്ചവര്, കൊടുക്കാൻ എന്റെ കയ്യിൽ സമ്മാനമില്ല. അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ കൊണ്ടുപോയി കൊടുക്കാൻ തന്റെ കയ്യിലൊന്നുമില്ല. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ വീടിന്റെ അകത്തിരുന്ന് കരയുകയാണ്. അനസ് എന്ന് പറയുന്ന 9 വയസ്സുള്ള പൊന്നുമോനെ അവിടെ ചോദിച്ചു, ഉമ്മ എന്തിനാ കരയുന്നത്? മോനെ, മുത്തുനബിക്ക് കാഴ്ച വെക്കാൻ എന്റെ കയ്യിലൊന്നുമില്ല പൊന്നുമോനെ. അവസാനം തന്റെ പൊന്നാര മകനെ നല്ലതുപോലെ കുളിപ്പിച്ചു, നല്ല വസ്ത്രം ധരിപ്പിച്ചു. എന്നിട്ട് ഇലാ ഹദ്റത്തി റസൂലില്ലാഹ് മുത്തുനബിയുടെ ചാരത്തേക്ക് നടക്കുകയാ. അല്ലാഹുവിന്റെ റസൂലിന്റെ ചാരത്തേക്ക് നടന്നു ചെന്നു. ഉമ്മു സുലൈം റളിയല്ലാഹു തആല അൻഹ അല്ലാഹുവിന്റെ റസൂലിന്റെ മുന്നിൽ ചെന്ന് സലാം പറഞ്ഞു. കരഞ്ഞുകൊണ്ട് പറയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, തരാൻ ഈ പാവപ്പെട്ടവന്റെ കയ്യിൽ പണവോ ഒന്നുമില്ല, എന്റെ കയ്യിൽ അങ്ങക്ക് സമ്മാനം തരാനൊന്നുമില്ല. പക്ഷേ യാ റസൂലല്ലാഹ്,
എനിക്ക് ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് അള്ളാഹുവിനെയും അവന്റെ പ്രവാചകനെയുമാണ്. അത് കഴിഞ്ഞ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്റെ അനസിനെയാം നബിയെ. എന്റെ ഈ പൊന്നുമോനെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് നബിയെ. അള്ളാഹുവും പ്രവാചകനും കഴിഞ്ഞാൽ ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ഈ അനസ് എന്ന എന്റെ പൊന്നുമോനെയാണ്. ആ പൊന്നുമോനെ കെട്ടിപ്പിടിച്ച് ചുംബനം കൊടുത്തിട്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ മുന്നിലേക്ക് കൊടുത്തിട്ട് പറയുന്നു, നബിയെ എടുത്തോ സമ്മാനമായി, എന്റെ മോനെ എടുത്തോ നബിയെ. അങ്ങക്ക് വെള്ളം എടുത്തു തരാൻ, അങ്ങക്ക് ചെരുപ്പെടുത്തു തരാൻ, അങ്ങക്ക് ഹിദ്മത്ത് ചെയ്യാൻ എന്റെ 9 വയസ്സുള്ള മകനെ എടുത്തോ നബിയെ. എന്നിട്ടും സുലൈഖ റളിയല്ലാഹു തആല അൻഹ ആ 9 വയസ്സുള്ള മകനെ പിടിച്ചിട്ട് പറഞ്ഞു, അനസേ നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് കാണുമ്പോ ഈ ഉമ്മാനെ നീ മറന്നു പോകരുത്, ഈ ഉമ്മാനെ നീ മറന്നു പോകരുത്. നാളെ അല്ലാഹുവിന്റെ കോടതിയിൽ വെച്ച് കാണുമ്പോ ഈ ഉമ്മാടെ കയ്യിൽ പിടിച്ചിട്ടൊന്ന് സ്വർഗത്തിൽ കൊണ്ടുപോകണേ മോനെ. സുലൈഖ റളിയല്ലാഹു തആല അൻഹ കരഞ്ഞുകൊണ്ട് പറഞ്ഞെന്ന ചരിത്രം പറയുമ്പോ ആ സുലൈഖ കിടക്കുന്ന സ്വർഗമായി നാട്ടിലെ പെണ്ണുങ്ങൾ ചോദിക്കുന്നത്, നിനക്കെന്ത് യോഗ്യതയാ പെങ്ങളെ, നിനക്കെന്ത് അർഹതയാ പെങ്ങളെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചോ, പടച്ച റബ്ബിനെ ഭയന്ന് ജീവിച്ചോ.